ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ EVSലെ 8th ചാപ്റ്ററായ യെസ്റ്റർ ഇയേഴ്സ് ആൻഡ് നൗ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരത് കാണുക കേട്ടോ. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ എന്താണ്, ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനോട് പറയുകയാണ് അല്ലേ, ഡാഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഓവർ, വൈ ഹാവിൻ യു സ്റ്റാർട്ടഡ് ദ ഷോപ്പ് യെറ്റ്. അപ്പം അച്ഛ, ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഷോപ്പ് ഇതുവരെ എന്താണ് തുടങ്ങാത്തത് അല്ലെ ഓപ്പൺ ആക്കാത്തതെന്ന് ചോദിക്കുകയാണ് കുട്ടി അല്ലേ. അപ്പോൾ ഡാഡ് എന്താ പറയുന്നത്, ഡിയർ, വി ക്യാൻ സ്റ്റാർട്ട് ദ ഷോപ്പ് സൂൺ ആഫ്റ്റർ ഗെറ്റിംഗ് ദ ബിൽഡിംഗ് നമ്പർ ഫ്രം ദ പഞ്ചായത്ത്. അപ്പോൾ എന്താണ് പറയുന്നത് അച്ഛനെയാ, ഈ പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് നമ്പർ കിട്ടിയാൽ എന്താക്കാൻ നമുക്ക് ഷോപ്പ് വേഗം തുടങ്ങാമെന്നാണ് അച്ഛൻ പറയുന്നത് അല്ലേ. അപ്പോൾ ബിൽഡിംഗ് നമ്പർ കിട്ടണം അല്ലേ. എവിടുന്നാണ് കിട്ടുക? പഞ്ചായത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് നമ്പർ കിട്ടിയാലേ എന്താക്കുള്ളൂ, ഷോപ്പ് നമുക്ക് വേഗം തുടങ്ങാമെന്നാണ് അച്ഛൻ പറയുന്നത് അല്ലേ. ഓക്കെ, haven't you seen the card on which your house number is written? What are the information that can be understood from this card? അപ്പോൾ നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് നമ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹൗസ് നമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ, അല്ലെ ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന മാതിരിയുള്ള എന്തെങ്കിലും കാർഡുകൾ നിങ്ങളെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഈ കാർഡ് വീട്ടിലുണ്ടോ? ഇതെന്താണ്, haven't you seen the card on which your house number is written? ഇതാണ് നമ്മൾ ഹൗസ് നമ്പർ എഴുതുന്ന കാർഡ്. വാട്ട് ആർ ദി ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് കാർഡ്? ഈ കാർഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയാന്ന് വെച്ചാൽ നോക്കിയേ, ഇതൊരു മഞ്ഞ കാർഡാണ് അല്ലേ. ഇത് നമുക്ക് വേറെ കളറ്, ഇതും വേറെ കളറ് അല്ലേ, ബ്ലൂവും ഗ്രേ ആയിട്ടുള്ള കളറുകൾ അല്ലേ, വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇത് പഞ്ചായത്താണ് അല്ലേ, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ വീടുകൾക്ക് ഈ കളറാണ് ഈ നമ്പർ ഉണ്ടാവുക. ഓക്കെ, ഈ കാർഡിലാണ് നമ്പർ തരിക. അപ്പോൾ ഇവിടെ ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കി നോക്കിയാൽ 2011 to 12 വരെ എന്താ, 2015 to 16 വരെ അല്ലേ. അതാണ് ഇതിൻ്റെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തുള്ള ഈ കാർഡിൻ്റെത് അല്ലേ. പിന്നെ ഇതിലുള്ള എന്താ, വാർഡ് നമ്പർ ഉണ്ട് അല്ലേ. നമ്മളെല്ലാവർക്കും എന്താ ഓരോ വാർഡ് ഉണ്ട് അല്ലേ. ഈ കാർഡിൽ കാണിക്കുന്നത് എത്രയാണ്? 8 വാർഡ് നമ്പർ അല്ലേ. നിങ്ങളെ വീടിൻ്റെ വാർഡ് നമ്പർ എത്രയാണ്? നിങ്ങൾ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വാർഡ് നമ്പർ എത്രയാണ്? ഇപ്പം ഞാൻ നിൽക്കുന്ന വീടിൻ്റെ വാർഡ് നമ്പർ 16. അതുപോലെ നിങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ വാർഡ് നമ്പർ എന്താണ് ഉണ്ടാവും അല്ലേ. ഇനി കെട്ടിട നമ്പർ അല്ലേ. അപ്പോൾ എന്താ, അത് കെട്ടിട നമ്പറാണ് അല്ലേ, 202. നിങ്ങൾക്കും ഉണ്ടാവും വീട്ടിലെന്താണ്, വീടിൻ്റെ കെട്ടിട നമ്പർ അല്ലേ. ഹൗസ് നമ്പർ ഉണ്ടാവും, കെട്ടിട നമ്പർ എന്ന് പറയും. ഓക്കെ, ഇത് ഗ്രാമപഞ്ചായത്തിലുള്ളതാണ് ഈ മഞ്ഞ കളർ കേട്ടോ. ഇനി ഇത് നോക്കിയാൽ തൊടുപുഴ നഗരസഭയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഗ്രാമപഞ്ചായത്ത്, നഗരസഭയിലുള്ളത് ഇങ്ങനത്തെ കാർഡാണ് വരിക. ഓക്കെ, നഗരസഭയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരു നോക്കുക. 2016 to 2021 വരെയാണ് ഇതിൻ്റെ ടൈം അല്ലേ. അതിന് വാർഡ് നമ്പർ ഏതാണ് ഈ കാർഡിൽ കാണിക്കുന്നത്? 4 അല്ലേ. 4ാമത്തെ വാർഡാണ് ഉള്ള ഒരു ഇതാണ്. അതുമായി കെട്ടിട നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഇതെന്താണ്, ഇത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കാർഡിൻ്റെ കളർ ഈ കളറാണ് അല്ലേ. അതിലുണ്ട് വാർഡ് നമ്പറും കെട്ടിട നമ്പറും. അപ്പോൾ എല്ലാത്തിനും 3 ഉണ്ട് അല്ലേ, വാർഡ് നമ്പറും കെട്ടിട നമ്പറും 3 ഉണ്ട് അല്ലേ. ഓക്കെ, നിങ്ങളെ വീട്ടിൽ ഒന്ന് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ വീട്ടിലെ അമ്മേനോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ച് നോക്കുക. ദെൻ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ ഏതാണോ, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളതാണ് കേട്ടോ. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ ആ സ്ഥലം ഏതാണെന്നുള്ളത് എഴുതുക. ഇനി മൈ വാർഡ് നമ്പർ ഏതാണെന്ന് എഴുതുക, ഹൗസ് നമ്പർ ഏതാണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ പഞ്ചായത്താണെങ്കിൽ ഏതാ, പഞ്ചായത്താണെങ്കിൽ നിങ്ങൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ പേരോടെ എഴുതുക, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ പേര് എഴുതുക, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ ഇവിടെ പേര് എഴുതുക കേട്ടോ. ഞാൻ പഞ്ചായത്താണ്, അപ്പോൾ എൻ്റെ എന്താണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് എന്നിവിടെ എഴുതുക. വാർഡ് നമ്പർ 16 എന്ന് എഴുതുക, മൈ ഹൗസ് നമ്പർ എഴുതുക, എന്താണ് വീട്ടു നമ്പർ അത് എഴുതുക. ഇനി കളക്ട് ദ ഇൻഫോർമേഷൻ ഫ്രം സിമിലർ കാർഡ്സ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി എന്താക്കുക, നിങ്ങൾക്ക് ഇതേമായുള്ള കാർഡ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലുകളിൽ ഈ കാർഡുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഇൻഫോർമേഷനൊക്കെ നോക്കുക, എന്നിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിലെ കുട്ടീൻ്റെ പേര് എഴുതുക, ആ കുട്ടി ഏത് വാർഡിലാണെന്നുള്ളത് അതിലുണ്ടാവും, ഏത് ഹൗസ് നമ്പർ ഉണ്ടാവും അല്ലേ. ഈ പഞ്ചായത്ത് ഏതാ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ ഏതാണെന്നുള്ളത് എഴുതുക. ഓക്കെ, അതുപോലെ 5 കുട്ടികളുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ഡീറ്റെയിൽസ് ലൈക്ക് ദിസ് റിലേറ്റഡ് ടു യുവർ സ്കൂൾ. ഇനി അതേപോലെ നിങ്ങൾ സ്കൂളിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുണ്ട് അല്ലേ. സ്കൂളിലും ഉണ്ട് എന്ത്, സ്കൂൾ ഒരു പഞ്ചായത്തിലല്ലേ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലായിരിക്കും അല്ലേ. ഇതിൽ 3 ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ.
അപ്പോൾ ആ സ്കൂൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ പേര് എഴുതുക. ഓക്കെ. പിന്നെ വാർഡ് ഇൻ വിച്ച് സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്, ഏത് സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ വാർഡ് എത്രയാണെന്നുള്ളത് എഴുതുക. ഇനി സ്കൂളിന് ഒരു ബിൽഡിംഗ് നമ്പർ ഉണ്ട്, അതും എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതൊക്കെ എന്താണ്, അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ പഞ്ചായത്ത് ആകുമ്പോൾ ഇതും, കുറച്ച് സിറ്റി ആകുമ്പോൾ എന്താണ്, ടൗണും സിറ്റിയൊക്കെ ആകുമ്പോൾ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ ആകും കേട്ടോ. സെയിം സംഭവം തന്നെയാണ്. നോക്കാം നമുക്ക്. ഓൾ ബിൽഡിങ്സ് ഇൻ എ വാർഡ് ഹാവ് ബിൽഡിംഗ് നമ്പർ. അപ്പോൾ ഒരു വാർഡിലുള്ള എല്ലാ ബിൽഡിങ്സിനും എന്താണ്, നമ്പർ ഉണ്ടാവും കേട്ടോ. അതാണ് ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. വാർഡിലുള്ള എല്ലാ ബിൽഡിങ്സിനും എന്താണ്, ബിൽഡിംഗ് നമ്പർ ഉണ്ട്. ഓക്കെ. ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദ നമ്പേഴ്സ് ടു ബിൽഡിംഗ് ആൻഡ് ഹൗസസ്. അപ്പോൾ എവിടുന്നാണ് ഈ നമ്പറും ബിൽഡിങ്ങിൻ്റെ നമ്പറിനും ഹൗസ് നമ്പറൊക്കെ കിട്ടുന്നത്? എവിടുന്നാണ്? നമുക്ക് ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ആ സ്ഥലത്തിനനുസരിച്ചുള്ള, പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലേ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ. ആ സ്ഥലം എവിടെയാണോ ഉള്ളത്, ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഹൗസ് എവിടെയാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന ആ പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടും കേട്ടോ. ദെൻ which fulfills the common needs of the people in a locality and decide on future action. അപ്പോൾ എല്ലാ മനുഷ്യരെയും, അതായത് ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ കോമൺ നീഡ്സ്, പൊതുവായ ആവശ്യവും അതുപോലെ എന്താണ് ഈ ക്ഷേമ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നത് ആരാണ്? പഞ്ചായത്ത് അല്ലേ. പഞ്ചായത്തുള്ളവരാണ് പഞ്ചായത്ത് നിന്ന് എഴുതുക. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ. എന്താ നമുക്ക് നോക്കാം. വിച്ച് സെൽഫ് ഗവേണിംഗ് ബോഡി കൺട്രോൾസ് ആക്ടിവിറ്റീസ് ഇൻ എ വില്ലേജ്. വില്ലേജിലുള്ള ഈ ആക്ടിവിറ്റീസ് ഒക്കെ ബോഡി, ഏത് സെൽഫ് ഗവേണിംഗ് ബോഡിയാണ് ഈ വില്ലേജിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്? വിച്ച് അതോറിറ്റി മാനേജസ് ദിസ് ആക്ടിവിറ്റീസ് ഇൻ സിറ്റീസ്. അതുപോലെ സിറ്റീസിൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. വില്ലേജിൽ ഏത് അതോറിറ്റിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ സിറ്റീസിൽ ഈ ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് പറഞ്ഞുതരാം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് മൊത്തത്തിൽ പറയാം. ഒക്കെ ഒന്ന് തന്നെയാണ്. വില്ലേജിലാണെങ്കിൽ എന്താണ്, നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. ഓക്കെ. ഇനി ടൗണിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയും. അതുപോലെ എന്താണ്, സിറ്റീസിലാണെങ്കിൽ എന്താണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും. ഓക്കെ. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താണ്, വില്ലേജ് ഗ്രാമത്തിലാവുമ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. ഇനി ടൗണിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയും. ഇനി സിറ്റീസിലാണെങ്കിൽ എന്താണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫുൾഫില്ലിംഗ് ദ കോമൺ നീഡ്സ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ഡിസൈഡിങ് ഓൺ ഫ്യൂച്ചർ ആക്ഷൻസ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് എന്ത്, ഈ ആൾക്കാരുടെ കോമൺ നീഡ്സ്, ഓരോ പൗരനും. സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 18 വയസ്സ് കഴിഞ്ഞ ഓരോ പൗരനും അല്ലേ. അപ്പോൾ അവരുടെ കോമൺ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതും അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, ആ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് എന്താക്കുന്നത്, റെസ്പോൺസിബിൾ അതിൻ്റെ അല്ലേ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ വില്ലേജസ് ഈസ് ദ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. കണ്ടോ, വില്ലേജിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്താണ്, ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടും അല്ലേ. ഇനി ടൗണിലാണെങ്കിലോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ടൗണിലാണെങ്കിൽ എന്താണ്, മുനിസിപ്പാലിറ്റി എന്ന് പറയും. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ സിറ്റീസിലാണെങ്കിലോ, അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ. ഈ സിറ്റീസിലൊക്കെ എന്താണ്, ടൗണിലേറ്റാലും കൂടുതൽ ആൾക്കാരുടെ എണ്ണം കൂടും അല്ലേ. അപ്പോൾ അത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ മൂന്നിൻ്റെയും ഇത്. അപ്പോൾ എന്താണ്, ഒന്ന് ഗ്രാമപഞ്ചായത്ത് അല്ലേ. ഇത് വില്ലേജിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. ഇനി ടൗണിലാണെങ്കിലോ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. ഇനി എന്താണ്, ടൗണിലാണെങ്കിൽ ഏതാണെന്ന് പറഞ്ഞേ. ടൗണിലാണെങ്കിൽ ഏതാ, മുനിസിപ്പാലിറ്റി. ഓക്കെ. ടൗണിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി. വില്ലേജിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, ടൗണിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി. ഇനി സിറ്റീസിലാണെങ്കിലോ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും കേട്ടോ. ആൾക്കാരുടെ കോമൺ നീഡ്സും അവരുടെ ഫ്യൂച്ചർ ആക്ഷനൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്ന ആരാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അല്ലേ. അത് വില്ലേജിലാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും, പിന്നെ ടൗണിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയും, സിറ്റീസിലാണെങ്കിൽ എന്താണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും. ഓക്കെ. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. Let us learn the title given for the administrative head of local self-government. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആരാന്ന് നമുക്ക് നോക്കാം അല്ലേ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതിൻ്റെ ടൈറ്റിൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ്. പഞ്ചായത്തിലാണെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയും. ഓക്കെ. പഞ്ചായത്തിലാണെങ്കിൽ അതിൻ്റെ ഹെഡ് ആരാണ്, പ്രസിഡന്റ്. ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അതിൻ്റെ ഹെഡ് ആരാണ്, ചെയർപേഴ്സൺ. ഇനി കോർപ്പറേഷനിലാണെങ്കിൽ അതിൻ്റെ ഹെഡ് ആരാ, മേയർ. ഓക്കെ. അപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ. ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ, കോർപ്പറേഷനിൽ മേയർ. ഓക്കെ.
Then find out the name of the administrative head of your local self government. അപ്പോൾ നിങ്ങളെ സ്ഥലത്തുള്ളതിൻ്റെ നിങ്ങൾ ഏത് ലൊക്കാലിറ്റി ഏത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലാണോ, ഇനി വില്ലേജിലാണോ ടൗണിലാണോ സിറ്റീസിലാണോ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വില്ലേജിലാണെങ്കിൽ എന്താണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണ് അല്ലേ, ആ പ്രസിഡൻ്റ് ആണെങ്കിൽ പേര് എഴുതുക, നിങ്ങൾ പ്രസിഡന്റ് ആരാന്ന് അന്വേഷിച്ചറിയുക, എന്നിട്ട് പേര് എഴുതുക. ഇനി നിങ്ങൾ ടൗണിലാണ് അപ്പോൾ മുനിസിപ്പാലിറ്റി അല്ലേ, മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആരാന്നുള്ളത് അന്വേഷിച്ചിട്ട് അവരുടെ പേര് എഴുതുക. ഇനി സിറ്റിയിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ, അപ്പോൾ നിങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയർ അല്ലേ, അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തുള്ള മേയർ ആരാണോ അത് എഴുതുക. ഓക്കെ, ഗവേണൻസ് ഓഫ് പഞ്ചായത്ത്സ്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആർ ഡൺ ബൈ ദോസ് ഹു ആർ ഇലക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് വാർഡ്സ് ത്രൂ ഇലക്ഷൻ ആണല്ലോ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പം ഈ വാർഡുകളിൽ നിന്ന് ഇലക്ഷനിലൂടെ വോട്ടിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് ആവുന്നത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ വരുന്നത് അല്ലേ, അതായത് എന്നിവയുടെ ഭരണം നിർവഹിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് വാർഡ്സിലൂടെ ഇലക്ഷനിലൂടെ ഡിഫറെൻറ്റ് വാർഡ്സിൽ നിന്ന് ഇലക്ട് ചെയ്ത ആൾക്കാരാണ് എന്താക്കുന്നത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒക്കെ ഭരണം നടത്തുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഇലക്ഷൻ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഈ ചിത്രം നോക്കിയേ. റൈറ്റ് വാട്ട് ഈച്ച് പിക്ചർ റെപ്രസെന്റ്. ഓരോ പിക്ചറും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് വോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇതെന്താണ് വോട്ടിംഗ് മെഷീൻ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ വോട്ട് നടക്കുന്നതാണിത്, അതുപോലെ ഇതാണ് വോട്ടിംഗ് മെഷീൻ അല്ലേ. ഇനി ഗ്രാമസഭയും വാർഡ് സഭയും കേട്ടിട്ടുണ്ടോ? വാർഡ് സഭയും ഗ്രാമസഭയും. ഈ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ വാർഡിൽ നമ്മളൊക്കെ സിറ്റീസിലാണ് അല്ലേ, അതായത് നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളാണ്, 18 വയസ്സായ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഓരോ പൗരന്മാരാണ് നമ്മളെ ഓരോ ഇന്ത്യൻ്റെ അല്ലേ. അപ്പോൾ ഇന്ത്യൻ്റെ പൗരന്മാരാണ് നമ്മൾ. അപ്പോൾ നമ്മളാണ് വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കണം, നമ്മളെ ഈ സ്ഥലത്തുള്ള പൊതുവായ ആവശ്യങ്ങൾ, ഇപ്പോൾ റോഡ്, നമ്മളെ സ്ഥലത്ത് ഒരു റോഡ്, കുറേ ആൾക്കാർക്ക് റോഡ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് റോഡ് ആവശ്യമുണ്ട് എന്നുള്ളത് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ ചേരുമ്പോൾ നമുക്ക് പറയാം, നമ്മളെ പ്രശ്നങ്ങൾ എന്താണോ അത് പറയാം. ഇനിയിപ്പോൾ ഒരു പോണ്ട്, അതായത് ഒരു കുളം നിങ്ങളെ സ്ഥലത്തുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ കുളം മലിനായി കിടക്കുകയാണ്, നന്നാക്കണം. അല്ലെങ്കിൽ ആ തോട് നന്നാക്കണം, അല്ലെങ്കിൽ പുഴ നന്നാക്കുക, അങ്ങനെ മലിനായിട്ട് അത് നന്നാക്കുക, അല്ലെങ്കിൽ സൈഡ് കെട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പൊതുവായ ആവശ്യമാണല്ലോ അതൊക്കെ. അപ്പോൾ ആ പൊതുവായുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഗ്രാമസഭയിലാണ് പറയേണ്ടത്, പൊതുവായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ. ഓക്കെ, ഇതെല്ലാവർക്കും ഉപകാരമുള്ള ഒരു ഇതാണ് അല്ലേ. കുളമാണെങ്കിലും പുഴയാണെങ്കിലും തോടാണെങ്കിലും അതുപോലെ റോഡാണെങ്കിലും പൊതുവായിട്ടുള്ള ആവശ്യമാണ് അല്ലേ, എല്ലാവർക്കും ഉള്ള ആവശ്യമാണ്. അപ്പോൾ ആ ആവശ്യം എന്താക്കാൻ നമ്മൾ ഗ്രാമസഭയിൽ പറയാല്, വാർഡ് സഭ അല്ലേ. അപ്പോൾ ഈ ഗ്രാമസഭയിൽ പറഞ്ഞാൽ അവരിൽ നിന്ന് അവരാണത് നടത്തി തരേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗ്രാമസഭയിലും വാർഡ് സഭയാണ് അല്ലേ. ഗ്രാമസഭയും വാർഡ് സഭയും ഏകദേശം ഒന്ന് തന്നെയാണ്, അതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, വി ഷുഡ് എസ്റ്റാബ്ലിഷ് എ ഫിറ്റ്നസ് സെന്റർ ഫോർ ഹെൽത്ത് കെയർ. അപ്പോൾ ഇയാൾ ഇവിടെ ഈ ഗ്രാമസഭയിൽ പറയുന്നത് എന്താ നോക്കിയേ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, നമുക്ക് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങണം എന്നാണ് ഇയാൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് സർ, ഇൻ അവർ സ്കൂൾ ദർ ആർ സ്റ്റുഡൻസ് ഹു നീഡ് വീൽ ചെയർ, ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഞങ്ങളുടെ സ്കൂളിൽ ഈ വീൽ ചെയർ ആവശ്യമായുള്ള കുട്ടികളുണ്ട്, അവർക്ക് അതെന്താക്കണം, പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അവർക്ക് അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് അല്ലേ. പിന്നെ ഇവിടെ പറയുന്നത് ക്ലീൻ ദ പോണ്ട് ഇൻ അവർ വാർഡ് ആൻഡ് മേക്ക് ഇറ്റ് യൂസബിൾ ഫോർ സ്വിമ്മിങ് ക്ലാസ്സസ് അല്ലേ. അപ്പോൾ ഞങ്ങളെ വാർഡിലുള്ള പോണ്ട് ക്ലീൻ ചെയ്യണം, എന്നിട്ട് അത് നീന്തൽ കുളമാക്കി മാറ്റണം അല്ലേ. ഓരോരുത്തരും നീന്തൽ ക്ലാസ്സാക്കി ആൾക്കാർക്ക് കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്രാമസഭയിൽ പറയാം അല്ലേ, നമ്മളെ പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഈ ഡു യുവർ ഫാമിലി മെമ്പേഴ്സ് അറ്റൻഡ് ദ ഗ്രാമസഭ മീറ്റിംഗ്സ്. ഈ ഗ്രാമസഭ മീറ്റിംഗ്സിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അറ്റൻഡ് ചെയ്തില്ലേ, ചെയ്യണം. ഓക്കെ, വോട്ട് ചെയ്യുന്ന എല്ലാവരും ഈ ഗ്രാമസഭയിൽ അറ്റൻഡ് ചെയ്യുക. ആ മീറ്റിങ്ങിൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഗ്രാമസഭയിൽ ഉന്നയിക്കാം. ഓക്കെ, ആസ്ക് ദ എൽഡേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ടോപ്പിക്സ് ആർ യൂഷ്വലി ഡിസ്കസ്ഡ് ദർ. അങ്ങനെ നിങ്ങൾ എൽഡേഴ്സിനോട് ചോദിക്കുക ഈ അവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ ഗ്രാമസഭയും വാർഡ് സഭയും ഉണ്ടല്ലോ. ഗ്രാമസഭ പറഞ്ഞാൽ വില്ലേജ് നടക്കുന്നത് കേട്ടോ. വാർഡ് സഭ എവിടെയാണ്? മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ വാർഡ് സഭ എന്നറിയപ്പെടുക. രണ്ടും ഒന്ന് തന്നെയാണ്.
അവിടെ എന്താണ് ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താക്കുക അവിടുത്തെ ആൾക്കാരോട് പറയാം. വാർഡ് സഭയിലാണ്, ഗ്രാമസഭയാണെങ്കിൽ എന്താണ് ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് വാർഡ് സഭയിൽ കൂടുക അല്ലേ സോറി ഗ്രാമസഭയിൽ കൂടുക. പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ വാർഡ് അതിൽ കൂടുന്നത് വാർഡ് സഭ എന്നറിയപ്പെടും. ഓക്കെ ഓക്കെ. ഇനി എന്താണ് ഈ ഗ്രാമസഭ നോക്ക്. ഗ്രാമസഭ ഈസ് പീപ്പിൾസ് കളക്റ്റീവ് കണ്ടക്റ്റഡ് ഓൺ ഈച്ച് വാർഡ് ഓഫ് എ പഞ്ചായത്ത് ടു ഡിസ്കസ് അബൌട്ട് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ വേരിയസ് പ്രൊജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ദ ഏരിയ. എന്താ അവിടെ പറയുന്നത്? ഒരു വാർഡിന്റെ പരിധിയിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രദേശത്തിന്റെ പൊതുവായ ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന ജനകീയ കൂട്ടായ്മയാണിത് ഗ്രാമസഭ അല്ലേ. അപ്പോൾ ഒരു വാർഡിന്റെ പരിധിയിലുള്ള ജനങ്ങളുടെ ആവശ്യം അവരുടെ നീഡ്സ്, അതുപോലെ പ്രദേശത്തിന്റെ പൊതുവായ ആവശ്യങ്ങളും പ്രദേശത്തിന്റെ എന്താണ് പൊതുവായ ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഒരു ജനകീയ കൂട്ടായ്മ അല്ലെ, പീപ്പിൾസ് കളക്റ്റീവ് ആണ് ഇതെന്ത് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൂട്ടത്തോടെ സംസാരിക്കുക അല്ലെ. അവരുടെ ആവശ്യങ്ങളൊക്കെ പൊതുവായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലമാണെന്ത് ഈ ഗ്രാമസഭ. ഇനി ഇൻ സിറ്റീസ് ദിസ് ഈസ് നോൺ ആസ് വാർഡ് സഭ. ഇനി സിറ്റികളിലൊക്കെ വാർഡ് സഭ എന്നറിയപ്പെടും അല്ലെ. എവറി വോട്ടേഴ്സ് ഇൻ ദ വാർഡ് ഈസ് എ മെമ്പർ ഓഫ് ബോത്ത് ദ ഗ്രാമസഭ ആൻഡ് വാർഡ് സഭ അല്ലെ. അപ്പൊ നഗരങ്ങൾ ഇത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. പഞ്ചായത്ത് ഈ ഗ്രാമത്തിൽ ഗ്രാമസഭ എന്നറിയപ്പെടും, നഗരങ്ങളിൽ ഇതെന്താണ് വാർഡ് സഭ എന്നറിയപ്പെടുന്നത് അല്ലെ. ഗ്രാമസഭയിലും വാർഡ് സഭയിലും വാർഡിലെ എല്ലാ വോട്ടർമാരും അംഗങ്ങളാണ് അല്ലെ. അപ്പോൾ ഗ്രാമസഭയിലും അതുപോലെ വാർഡ് സഭയിലൊക്കെ വാർഡിലെ എല്ലാ വോട്ടേഴ്സും അതിലത്തെ മെമ്പേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, രണ്ടിനും ഡിഫറൻസ് മനസ്സിലായില്ലേ. ഒന്ന് ഗ്രാമത്തിൽ നടക്കുന്ന ഗ്രാമസഭ, പിന്നെ സിറ്റീസിൽ നടക്കുന്നത് വാർഡ് സഭ. ഓക്കെ, ഗ്രാമത്തിൽ നടക്കുന്ന ഗ്രാമസഭയും സിറ്റീസിൽ നടക്കുന്നത് വാർഡ് സഭയും. ഓക്കെ, ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എവറി വോട്ടേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രാമസഭ ഓർ വാർഡ് സഭ. ഓക്കെ, അപ്പം ഈ എല്ലാ വോട്ടേഴ്സിൻ്റെയും കടമയാണ് ഈ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് എല്ലാ വോട്ടേഴ്സിൻ്റെയും കടമയാണ് കേട്ടോ. നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറയാം. ഇനി നോക്കിയാൽ ഹിസ്റ്ററി മ്യൂസിയം ആണ് കേട്ടോ. ഇത് ഹിസ്റ്ററി മ്യൂസിയം കണ്ടോ. ഈസ് എ ലിഫ്റ്റ് നീഡഡ് ഹിയർ. അപ്പോൾ ഇവിടെ ഒരു ലിഫ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ എന്തിനാ ലിഫ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്തിനാ ലിഫ്റ്റ്? അങ്ങനെ കാലിനൊക്കെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവില്ല, ഭിന്നശേഷിക്കാരൊക്കെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് ലിഫ്റ്റും അതുപോലെ ഈ റാമ്പ് ആൻഡ് റെയിലൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഡസ് എ 2 ഫ്ലോർഡ് ബിൽഡിംഗ് റിക്വയർ എ ലിഫ്റ്റ് സർവീസ്. 2 ഫ്ലോറുള്ള ബിൽഡിങ്ങിന് ലിഫ്റ്റ് സർവീസ് ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റെപ്പ് കയറാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല അല്ലേ. ഷുഡിൻ്റ് എവരി വൺ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ വ്യൂയിങ് ദ എക്സിബിറ്റ് ഇൻ ദ ഹിസ്റ്ററി മ്യൂസിയം. ഈ ഹിസ്റ്ററി മ്യൂസിയത്തിന് എല്ലാവർക്കും ഈ കാണാനുള്ള അവസരം ഉണ്ടാക്കണ്ടേ. ബട്ട് ഇഫ് ദർ ആർ സം പീപ്പിൾ ഹു കാൺ ക്ലൈംബ് അപ്പ് ദ സ്റ്റേഴ്സ്. അപ്പോൾ അപ്സ്റ്റെയർ അതായത് ഈ സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുക? ദ ലെഫ്റ്റ് ഹിയർ ഈസ് ഫോർ സച്ച് പീപ്പിൾ അല്ലേ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ ലിഫ്റ്റ് ആവശ്യമാണ് അല്ലേ. ഹാവ് യു നോട്ടീസ്ഡ് സച്ച് ഫെസിലിറ്റീസ് ഇൻ പബ്ലിക് പ്ലേസസ്. പബ്ലിക് പ്ലേസിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് കണ്ടിട്ടുണ്ടോ? ഓൾ പബ്ലിക് പ്ലേസസ് ഷുഡ് ബി മെയ്ഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി അല്ലേ. അപ്പോൾ എല്ലാ പബ്ലിക് സ്പേസിലും എന്താക്കണം, അങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിയുള്ള ആൾക്കാർക്കുള്ള സൗഹൃദപരമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റണം അല്ലേ. എല്ലാവർക്കും അവിടെ കയറാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കണം അല്ലേ. കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് എന്താക്കണം, എന്താണെങ്കിലും അങ്ങോട്ടേക്ക് കയറാനുള്ളൊരു ചാൻസ് നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ലിഫ്റ്റ് ആണെങ്കിൽ ലിഫ്റ്റൊക്കെ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സംവിധാനം ഉണ്ടാക്കണം. ഓക്കെ, ഇതെന്താണ് മെട്രോ അല്ലേ. അതുപോലെ പിന്നെ റാമ്പ് ആൻഡ് റെയിലൊക്കെ അല്ലേ. ഫെസിലിറ്റീസ് സച്ച് ആസ് ലിഫ്റ്റ്, റാമ്പ് ആൻഡ് റെയിൽ and special washrooms are needed in all schools and public places so that all differently abled individuals are provided with equal opportunities right. അപ്പോൾ ലിഫ്റ്റ്, റാമ്പ് ആൻഡ് റെയിൽ അങ്ങനത്തെ അതുപോലെ സ്പെഷ്യൽ വാഷ്റൂം ഒക്കെ എല്ലാ സ്കൂളിലും പബ്ലിക് സ്പേസിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ആവശ്യമാണ് അല്ലേ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതായത് എല്ലാവർക്കും തുല്യ അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലിഫ്റ്റ് ആണെങ്കിലും റാമ്പ് ആൻഡ് റെയിൽ ആണെങ്കിലും സ്പെഷ്യൽ വാഷ്റൂം ഒക്കെ ഉണ്ടായിരിക്കണം ഈ പബ്ലിക് സ്പേസിലും സ്കൂളിലൊക്കെ. ഹാവൻ യു നോട്ടീസ്ഡ് ഹിസ്റ്ററി മ്യൂസിയം നിയർ ദ പഞ്ചായത്ത് ഓഫീസ്. അപ്പോൾ നിങ്ങളെ പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഹിസ്റ്ററി മ്യൂസിയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഉണ്ടോ?
അപ്പോൾ വാട്ട് ക്യാൻ ബി സീൻ എ ഹിസ്റ്ററി മ്യൂസിയം? ഈ ഹിസ്റ്ററി മ്യൂസിയത്തിൽ എന്താണ് കാണുക? ഈ ഹിസ്റ്ററി മ്യൂസിയം എന്തിനാണ്? പണ്ടുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അതായത് എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചത്, അതുപോലെ അവർ വീട്ടിലുപകരണങ്ങളായിട്ട് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഓർണമെൻറ്റ്സ് എന്തായിരുന്നു, അതുപോലെ അവർ ഉപയോഗിച്ച ഡ്രസ്സ്, പിന്നെ വാള്, അതുപോലെ എന്താണ് കോയിൻസും വെപ്പൺസ്, അതൊക്കെ അവർ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഹിസ്റ്ററി മ്യൂസിയം എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക? ട്രഡീഷണൽ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, പഴയകാല വീട്ടുപകരണങ്ങൾ, അതുപോലെ എന്താണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വാദ്യോപകരണങ്ങളൊക്കെ അല്ലേ. പിന്നെ ഓർണമെൻറ്റ്സ് ആൻഡ് ക്ലോത്ത്സ് യൂസ്ഡ് ഇൻ ഏർലിയർ ടൈംസ്, പണ്ട് ഉപയോഗിച്ചിരുന്ന ഓർണമെൻറ്റ്സും അതുപോലെ ഡ്രസ്സ് എന്താണ് ക്ലോത്തുകൾ അല്ലേ, തുണികളൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അവിടെയൊക്കെ ഹിസ്റ്ററി മ്യൂസിയത്തിലുണ്ടാവും. അതുപോലെ കോയിൻസ് ആൻഡ് വെപ്പൺസ് ഓഫ് ഏർലിയർ ടൈംസ് അല്ലേ, അതുപോലെ കോയിൻസും വെപ്പൺസും പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കോയിൻസും വെപ്പൺസും ഒക്കെ ഉണ്ടാവും. അതുപോലെ പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾ, പണ്ടൊക്കെ നടന്ന സമരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ആ സമരങ്ങളുടെ ഡീറ്റെയിൽസും ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതൊക്കെ ഒന്ന് എഴുതുക. എന്തൊക്കെയാണ് ഉണ്ടാവുക? പിന്നെ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും? ആയുധങ്ങൾ, ആൻഷ്യൻ വെപ്പൺസ് കാണാം. പിന്നെ എന്താണ് സ്റ്റോൺ സ്റ്റാച്യു കാണാം. പിന്നെ ഓൾഡ് സ്ക്രിപ്റ്റ്സ് ഓർ മാനുസ്ക്രിപ്റ്റ്, താളിയോലകൾ അല്ലേ. പിന്നെന്താണ് ട്രഡീഷണൽ ഡ്രസ്സസ്, പഴയ വസ്ത്രങ്ങൾ കാണാം. പിന്നെ ഓൾഡ് അട്ടൻസിൽസ്, പാത്രങ്ങൾ കാണാം. പിന്നെന്താണ് ഹിസ്റ്റോറിക്കൽ പെയിന്റിങ്സ്, ചിത്രങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് മ്യൂസിയത്തിൽ കാണുന്നത് അല്ലേ. അപ്പോൾ സച്ച് എ മ്യൂസിയം ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് എ പ്ലേസ്. അങ്ങനത്തെ മ്യൂസിയം ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്ഥലത്തിനെ കുറിച്ചുള്ള പഴയകാല അറിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഞാൻ ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഈ ചിത്രം നോക്കിയേ. ആരാണിത്? നമ്മളെ ഗാന്ധിജിയാണ് അല്ലേ. ഇതെന്താണ്? എന്ത് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട? നമ്മളെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് അല്ലേ. ദ പിക്ചർ ഈസ് റിലേറ്റഡ് ടു എ സ്ട്രഗിൾ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ അവർ കൺട്രി അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് നമ്മുടെ രാജ്യം നടത്തിയ സ്ട്രഗിൾ, അതായത് സമരത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത് അല്ലേ, ഇവിടെ തന്നിരിക്കുന്നത്. മെനി പീപ്പിൾ സഫേർഡ് അണ്ടർ ദ ക്രൂവൽ അറ്റാക്സ് ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് മെനി ലോസ് ദെയർ ലീവ്സ് while taking part in the freedom struggle. You may remember what we learned earlier. അപ്പോൾ എന്താണ് പല ആൾക്കാർക്കും അല്ലേ എന്താണ് ഈ ബ്രിട്ടീഷുകാരെ ക്രൂവൽ അറ്റാക്ക്, ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് ബ്രിട്ടീഷുകാർ നമുക്കെതിരെ എന്താണ് ഭയങ്കരമായിട്ട് ക്രൂരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ബ്രിട്ടീഷുകാർ നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലേ. അപ്പോൾ എന്താണ് പല ആൾക്കാരും എന്താണ് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഈ ഫ്രീഡം സ്ട്രഗിൾ നടക്കുന്ന ടൈമിൽ എന്താണ് പല ആൾക്കാരും എന്താണ് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ, യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. യു മേ റിമെമ്പർ ദാറ്റ് വാട്ട് വി ലേൺ ഏർലിയർ. അപ്പോൾ എന്താ നിങ്ങൾ അത് എന്താന്നുള്ളത് നിങ്ങൾ അതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹാവ് സച്ച് ഇൻസിഡൻസ് ഹാപ്പൻ യുവർ പ്ലേസ്. അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സ്ഥലത്ത് നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഡിസ്കസ് വിത്ത് എൽഡേഴ്സ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ. എന്താക്കുക നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ സ്ഥലത്തുള്ള വലിയ എൽഡേഴ്സ് ഉണ്ടല്ലോ പ്രായമുള്ള ആൾക്കാർ, അവരോടൊക്കെ ചോദിച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുക. ഡോണ്ട് യു റിമെമ്പർ ദ കോവിഡ് പാൻഡമിക് ആൻഡ് ലോക്ക്ഡൗൺ പീരീഡ് ഡ്യൂറിങ് വിച്ച് വില്ലേജ് ആൻഡ് സിറ്റീസ് വെർ ഷട്ട് ഡൗൺ. കോവിഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ കോവിഡ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. കോവിഡ് കാലഘട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കോവിഡ് പാൻഡമിക് അല്ലേ. ആ ലോക്ക്ഡൗണിൻ്റെ പീരീഡും പിന്നെ എന്താണ് നമ്മളെ വില്ലേജിൽ സിറ്റീസിലൊക്കെ എന്താണ് ഷട്ട് ഡൗൺ ആയൊക്കെ ടൈമൊക്കെ ഉണ്ടല്ലേ, ലോക്ക്ഡൗൺ ഒക്കെ ആയ ടൈമല്ലേ, ഒന്നും മറക്കാൻ നമുക്ക് പറ്റൂല അല്ലേ, എപ്പോൾ നേരം നടന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. ഐ കാൺ ഗോ ടു സ്കൂൾ ബിക്കോസ് ഓഫ് ദിസ് കോവിഡ്. അപ്പോൾ കുട്ടി പറയുകയാണല്ലേ എനിക്കെന്താണ് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ലല്ലോ ഈ കോവിഡ് കാരണം എന്നല്ലേ. അപ്പോൾ വേർ ദർ സച്ച് എ പാൻഡമിക് ഇൻ ദ പാസ്റ്റ്. അതുപോലെ ഇങ്ങനത്തെ കാലഘട്ടം മുന്നേ ഇങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നോ? ഇത്തരം രോഗങ്ങൾ പണ്ടും ഉണ്ടായിരുന്നോ? വേർ ദർ സച്ച് എ പാൻഡമിക് ഇൻ ദ പാസ്റ്റ്. ഇങ്ങനത്തെ മുന്നേ കുറേ മുന്നേ ഒക്കെ ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടായിരുന്നോ ചോദിച്ചു അല്ലേ. അപ്പം പാൻഡമിക്സ് ലൈക്ക് കോവിഡ് ഹാവ് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ് ഓൾസോ അല്ലേ. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡ്യൂ ടു കോളറ, പ്ലാഗ് ആൻഡ് സ്മോൾ പോക്സ് അല്ലേ. അപ്പോൾ ഈ കോവിഡുമായുള്ള രോഗങ്ങൾ എന്താണ് പണ്ടും ഉണ്ടായിരുന്നു അല്ലേ. പല ആൾക്കാരും എന്താണ് കോളറയും പ്ലാഗും സ്മോൾ പോക്സും ഒക്കെ പിടിച്ചെന്താണ് മരിച്ചിട്ടുണ്ട് അല്ലേ. അതിനൊക്കെ ഓരോ മരുന്നുകൾ വന്നപ്പോഴാണ് എന്ത് ഓരോരുത്തരും രക്ഷപ്പെട്ടത് അല്ലേ. കോവിഡ് അതിനുള്ള എന്താണ് അതിനും മരുന്ന് വന്നപ്പോഴാണ് എന്ത് ഈ കോവിഡിൽ നിന്നും ആൾക്കാർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ എല്ലാവരും എന്താണ് മരിക്കുമായിരുന്നു അല്ലേ. കോളറയും പ്ലാഗും സ്മോൾ പോക്സും ഒക്കെ മരുന്ന് വന്നതിന് ശേഷമാണ് ഓരോരുത്തരും രക്ഷപ്പെടാൻ തുടങ്ങിയത്. Then, such a pandemic struggles invention as well as the disaster and changes that happen in a place over time make the history of that place.
അപ്പോൾ എന്താണ് ഇതുപോലെയുള്ള ഈ മഹാമാരികളും സമരങ്ങളും കണ്ടുപിടുത്തങ്ങളും നാട്ടിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളും മാറ്റങ്ങളും ഒക്കെ എന്താണ് നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ. ഇതൊക്കെ എന്താണ് നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് വരുന്നത് അല്ലേ. ഇങ്ങനത്തെ പാൻഡമിക് സ്ട്രഗിളും ഇൻവെൻഷനും ഒക്കെ എന്താണ് ഡിസാസ്റ്ററും ചേഞ്ചസ് ഹാപ്പൻ ഇൻ എ പ്ലേസും ഒക്കെ എന്താണ് നമ്മളെ ഹിസ്റ്ററി അല്ലേ, നമ്മളെ നാടിന്റെ പ്ലേസിന്റെ ഹിസ്റ്ററി ആയിട്ടുള്ള ഭാഗമാണ് അതൊക്കെ അല്ലേ. ദെൻ collect data regarding the history of your place by discussing with the elders. Prepare a note and present it in the class. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡാറ്റ കളക്ട് ചെയ്യുക. നിങ്ങളെ സ്ഥലത്തിൽ എന്താണ് നിങ്ങളെ വെൽഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ സ്ഥലത്ത് പണ്ട് എന്തൊക്കെയാണ് നടന്നിരുന്ന സംഭവങ്ങൾ എന്നുള്ളതൊക്കെ എന്താണ് അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് നോട്ട് തയ്യാറാക്കുക, ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ഓൾസോ കളക്ട്, നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെ കളക്ട് ചെയ്യുക. യു ക്യാൻ ഓൾസോ മേക്ക് എ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഹിസ്റ്ററി. എന്താണ് നിങ്ങൾക്ക് എന്താണ് ചിത്രങ്ങളും അതുപോലെ എന്താണ് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുക അല്ലേ. ഈ ഹിസ്റ്ററി ആയിട്ട് നിങ്ങൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യുക. ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷനും ചിത്രങ്ങളൊക്കെ എന്താക്കുക കളക്ട് ചെയ്യുക. വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ കളക്ട് ചെയ്യുക, എന്തൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യുക. കോയിൻസ് ഓഫ് ഏർലിയർ ടൈംസ്, മുമ്പ് ഉണ്ടായിരുന്ന കോയിൻസ് കളക്ട് ചെയ്യുക. പിന്നെയോ എന്തൊക്കെ കളക്ട് ചെയ്യുക, സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, പോസ്റ്റ് കാർഡ് കളക്ട് ചെയ്യുക, കീസ് കളക്ട് ചെയ്യുക, ആൻറ്റിഫാക്ട് കളക്ട് ചെയ്യുക, മെഡൽസ് കളക്ട് ചെയ്യുക, ടോയ്സും കളക്ട് ചെയ്യുക അല്ലേ. ഓൾഡ് കാർ, ഡോൾസ്, മാർബിൾസ് ദാറ്റ് കിഡ് പ്ലേഡ് വിത്ത് ഇയേഴ്സ് എഗോ അല്ലേ, അതൊക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, സെറ്റപ്പ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ദ സ്കൂൾ ഇൻക്ലൂഡിങ് യുവർ കളക്ഷൻ. അപ്പോൾ നിങ്ങൾ കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഹിസ്റ്ററി മ്യൂസിയം സ്കൂളിൽ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് വെദർ ദ ഫോളോയിങ് ഫെസിലിറ്റീസ് ആർ, ഇനി ദ ലേറ്റസ്റ്റ് ആക്സസ് ആണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് വെദർ ദ ഫോളോയിങ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. ഇനി എന്താണ് നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ് ആണോ, യെസ് ആണ് യെസ് കൊടുക്കുക. ഗുഡ് കിച്ചൺ, നല്ല കിച്ചൺ ഉണ്ടോ, അപ്പോൾ യെസ് ആണെങ്കിൽ എന്താക്കുക യെസ് കൊടുക്കുക അല്ലേ, ടിക്കിടുക അല്ലേ. ദെൻ പിന്നെന്താണ് ഗുഡ് കിച്ചൺ ആണെങ്കിൽ ടിക്കിടുക. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ യെസ് ഇടുക. ഓക്കെ, യെസ് എഴുതുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ യെസ് ഇടുക. ഇല്ല അതൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ സ്കൂളിലും എന്താണ് ഒക്കെ ഉണ്ട് അല്ലേ. ഇനി പ്ലേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ, അത് നമുക്ക് ഉണ്ടെങ്കിൽ എന്താക്കുക ടിക്കിടുക അല്ലേ. പ്ലേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ടിക്കിടുക അല്ലേ, അല്ലെങ്കിൽ യെസ് എഴുതുക കേട്ടോ, യെസ് ഓർ നോ ആണല്ലോ. ഈ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക അല്ലേ. ദെൻ ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ നോ എഴുതുക കേട്ടോ. ദെൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ദെൻ ലൈബ്രറി ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ലാബ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ ചെയ്യുക, അല്ലെങ്കിൽ യെസ് എഴുതുക കേട്ടോ. പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ, പ്ലേ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. പ്ലേ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് കോർണർ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. മാത്തമാറ്റിക്സ് കോർണർ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എഴുതുക, ഉണ്ടെങ്കിൽ യെസ് എഴുതുക കേട്ടോ. ഇനി എന്തൊക്കെയാണുള്ളതാണോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, ദെൻ പിന്നെന്താണ് പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് ശരിയായത് ഏതാണോ അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. മൈ സ്കൂൾ ഹാസ് ഇനഫ് പ്ലേ എക്യുപ്മെൻറ്റ്സ്. എൻ്റെ സ്കൂളിൽ എന്താണ് ധാരാളം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ആവശ്യത്തിന് കളിക്കുന്ന ഉപകരണങ്ങളുണ്ട് എന്നുള്ളതാണെങ്കിൽ യെസ് ആണെങ്കിൽ എന്താക്കുക യെസ് എന്ന് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നോ കൊടുക്കുക. മൈ സ്കൂൾ ഹാസ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഫെസിലിറ്റി. എൻ്റെ സ്കൂളിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക അല്ല, യെസ് കൊടുക്കുക. വി മേക്ക് യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ അവർ സ്കൂൾ ഫോർ ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷൻ. എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒബ്സർവേഷൻ ചെയ്യാനും ഒക്കെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലേ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഹാസ് ദ പവർ ടു ഇമ്പോസ് ഫൈൻ ഓൺ പീപ്പിൾ ഹൂ പൊല്യൂട്ട് റിവേഴ്സ് ആൻഡ് പോൺസ്. എന്താണ് അവിടെ പറയുന്നത്, ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്താണ് ഈ റിവറും പോണ്ടൊക്കെ പൊല്യൂഷൻ ചെയ്യുന്ന, അതായത് മലിനമാക്കുന്ന ജനങ്ങൾക്ക് എന്താണ് ഫൈന് കൊടുക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ എന്താക്കുക യെസ് കൊടുക്കുക. ഇൻ ദ പാസ്റ്റ് ബേർഡ്സ് വെർ യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജസ്. മുൻ കാലഘട്ടങ്ങളിലൊക്കെ എന്താണ് പക്ഷികളെ ആയിരുന്നു എന്താക്കുന്നത് മെസ്സേജൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ആണ് അല്ലേ. നമുക്ക് എന്താ എക്സാമ്പിൾ ബാഹുബലി അല്ലേ, ബാഹുബലിയിൽ എന്താണ് അതിലില്ലേ ആ പ്രാവിനെ ഉപയോഗിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, മെസ്സേജ് എഴുതിയിട്ട് ആ പ്രാവിനെ വിടുകയാണ് അല്ലേ, അതിൻ്റെ കാലിന് കൊളുത്തിട്ട് ഉണ്ട് അല്ലേ. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് മോട്ടോർ പമ്പ്സ് ഇറ്റ് ബിക്കം ഈസിയർ ടു ട്രാൻസ്പോർട്ട് വാട്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ.
എന്താണ് മോട്ടോർ പമ്പിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ്? വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈസിയർ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അല്ലേ? യെസ് അല്ലേ? ആണല്ലോ. ഇനി എന്താ അടുത്തത് നോക്കിയേ. ഇൻ ദ പാസ്റ്റ് ഫ്യൂവർ പീപ്പിൾ ഡൈഡ് ഫ്രം കറ്റാഗിയസ് ഡിസീസസ്. എന്താണ് പണ്ട് കാലത്ത് എന്താണ് ഈ ഭയങ്കര പകർച്ചവ്യാധികൾ മൂലം ആൾക്കാർ മരിക്കുന്നത് കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല. പകർച്ചവ്യാധികൾ മരിക്കുന്നത് കാരണം എന്താണ്? ആൾക്കാർ കൂടുതൽ മരിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? അപ്പം എന്നോന്ന് കൊടുക്കുക. ദെൻ ഇൻവെൻഷൻ ഓഫ് ന്യൂ ഡിവൈസസ് ആൻഡ് മെഷീൻസ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ ടൈപ്സ് ഓഫ് ജോബ്സ്. എന്താണ് പുതിയ ഡിവൈസും മെഷീൻസും ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ എന്താണ് പുതിയ ടൈപ്പുള്ള ജോലികളൊക്കെ എന്താണ് ഉണ്ടായില്ലേ? ശരിയാണ് അല്ലേ? യെസ്. ഓക്കെ യെസ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് എന്താണ്? ദർ ആർ ഡിഫറെൻറ്റ് പ്രോസസ്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഓഫ് അസ്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ഗിവൺ ബിലോ. എന്താണ് വിവിധ ജോലികൾ പല ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുകയാണ് നമ്മളെ ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലേ? എന്താണ് വിവിധ ജോലികൾ പല ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയാണല്ലോ നമ്മുടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഈ മാപ്പ് എന്താ പൂർത്തിയാക്കാനാണ്. അപ്പോൾ എന്താണ് ഇവിടെ റൈസ് അല്ലേ? ഒരു അരി എടുക്കുകയാണെങ്കിൽ എന്താണ് അരി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഫാമിങ് അല്ലേ? കൃഷി നടക്കണം അല്ലേ? അവിടെ എന്താണ് പ്ലഫിംഗ് ദ ഫീൽഡ്, പിന്നെ ഹാർവെസ്റ്റിംഗ്, അവിടെ കൊയ്ത്ത് നടക്കണം, നില ഒരുക്കണം ഒക്കെ ചെയ്യണം അല്ലേ? പിന്നെ ട്രാൻസ്പോർട്ട് ഇതാക്കിയ ശേഷം ഹാർവെസ്റ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം എന്താണ് വിളവെടുപ്പൊക്കെ നടത്തിയതിന് ശേഷം എന്താക്കണം? ട്രാൻസ്പോർട്ട് കൊണ്ടുപോകണം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ എന്താ പാഡി ഗ്രെയിൻസ് മില്ലിലേക്ക് കൊണ്ടുപോകണം. റൈസ് ടു ദ ഷോപ്പ്. എന്നിട്ട് എന്താക്കുക? അത് ആ റൈസ് എന്താക്കണം? മില്ലിൽ നിന്ന് ഷോപ്പിലേക്ക് എത്തിക്കണം അല്ലേ? പിന്നെ ആ ഷോപ്പിൽ നിന്ന് എന്താക്കണം? നമ്മൾ ആൾക്കാർ വാങ്ങിയിട്ട് കുക്ക് ചെയ്യണം അല്ലേ? പിന്നെ ബോയിൽഡ് റൈസ്. ഓക്കെ. ദെൻ മിൽക്ക് ആണെങ്കിലോ ഡയറി ഫാമിംഗ് അല്ലേ? ഗ്രാസ് കൾട്ടിവേഷനും ഇതൊക്കെ അവിടെ ഉണ്ടാവണം അല്ലേ? പിന്നെ ട്രാൻസ്പോർട്ട് മിൽക്ക് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകണം. പിന്നെ അവിടെ നിന്ന് എന്താണ് കുക്ക് ചെയ്തിട്ട് മിൽക്കായി കിട്ടും അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ വെജിറ്റബിൾ ഫാമിംഗ് ആണ്. പിന്നെ പ്ലഫിംഗ് ദ ഫീൽഡ്, ഹാർവെസ്റ്റിംഗ് അല്ലേ? അവിടെ എന്താണ് നിലം ഉഴുത് മറിക്കണം, പിന്നെന്താണ് വിത്തിടണം, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലേ? വിത്തിടണം ഒക്കെ ചെയ്യണം അല്ലേ? സീഡ് ചെയ്യണം. പിന്നെന്താണ് വാട്ടറിങ് ഒക്കെ നടത്തണം. പിന്നെന്താണ് ഹാർവെസ്റ്റിംഗ് അല്ലേ? വിളവെടുപ്പ് നടത്തണം. പിന്നെ എന്താക്കണം? ട്രാൻസ്പോർട്ട് എങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ടു ദ വെജിറ്റബിൾ ഷോപ്പിൽ കൊണ്ടുപോകണം. പിന്നെ കുക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ കറിയാവും. ഇനി എഗ്ഗ് ആണെങ്കിൽ പോൾട്രി ഫാമിംഗ് അല്ലേ? പോൾട്രി ഫാമിംഗിൽ നിന്ന് എന്താ സെറ്റിംഗ് ഓഫ് ദ ചിക്കൻ കൂപ്പ് അല്ലേ? ചിക്കൻ കൂപ്പ് തയ്യാറാക്കണം. പിന്നെ എന്താണ് വാക്സിനേഷൻ നടത്തുകയൊക്കെ വേണം അല്ലേ? ട്രാൻസ്പോർട്ട് ഗ്രോസറി ഷോപ്പിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. കുക്കിംഗ്, ബോയിലിംഗ് എഗ്ഗ് കറി ഉണ്ടാക്കുക അല്ലേ? ദെൻ അടുത്ത് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ഇൻവെൻഷൻ ഡിവൈസസ് വെഹിക്കിൾ യൂസസ്. ഈ ട്രെയിനിൻ്റെ യൂസ് എന്താണ്? മോർ പീപ്പിൾ ക്യാൻ ട്രാവൽ ലാർജ് സ്കെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അല്ലേ? അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ അളവിൽ എന്താണ് ഗുഡ്സും അതിൽ കയറ്റാം അല്ലെ? ചരക്കുകൾ അതിൽ സാധനങ്ങളൊക്കെ അതിൽ കയറ്റാം. ഇനി വാക്സിൻ എന്താണ്? വാക്സിൻ എന്താണ്? എയറോപ്ലെയിൻ എന്താണ്? റെഫ്രിജറേറ്റർ, തെർമൽ കണ്ടെയ്നർ, ഇൻ്റർനെറ്റ്. ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വാക്സിൻ? പ്രിവെൻറ്റ്സ് ഡിസീസസ് ആൻഡ് പ്രൊവൈഡ് സേഫ്റ്റി ടു ദ ബോഡി അല്ലേ? നമ്മൾ അസുഖങ്ങൾ തടയാനും നമ്മൾക്ക് എന്താണ് നമ്മളെ ബോഡി സേഫ്റ്റി ആവാനുമാണ് അല്ലേ? വാക്സിൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലേ? പിന്നെ എയർപ്ലെയിൻ എന്താണ്? ക്യാൻ ട്രാവൽ ടു എയറോപ്ലെയിൻ അല്ലേ? ക്യാൻ ട്രാവൽ ടു വെരി ഡിസ്റ്റൻറ്റ് പ്ലേസസ് ദ ഫാസ്റ്റസ്റ്റ് അല്ലേ? നമുക്ക് ദൂരമുള്ള സ്ഥലത്തൊക്കെ എന്താക്കാൻ പറ്റും? നമുക്ക് വേഗം എത്താൻ കഴിയും അല്ലേ? സ്പീഡിൽ എത്താൻ കഴിയും. പിന്നെ തെർമൽ കണ്ടെയ്നർ കീപ് ഫുഡ് ഓർ ഡ്രിങ്ക്സ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, ഹോട്ട് ഓർ കോൾഡ് അല്ലേ? തെർമൽ കണ്ടെയ്നർ അതാണ്. ഇൻ്റർനെറ്റ് കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഗ്ലോബലി ഫോർ ഇൻഫോർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എഴുതുക കേട്ടോ ലാസ്റ്റ്. പിന്നെ എന്താണ്? റെഫ്രിജറേറ്റർ ഉണ്ട് അല്ലേ? റെഫ്രിജറേറ്റർ എന്താണ് നമുക്ക് പറയാം? റെഫ്രിജറേറ്റർ എഴുതിക്കോളി. കീപ്സ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കോൾഡ് ആൻഡ് ഫ്രഷ് ഫോർ എ ലോങ് ടൈം കേട്ടോ. എന്താണ് റെഫ്രിജറേറ്റേഴ്സ്? കീപ്പ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കോൾഡ്, keeps food and drinks cold and fresh for a long time. Keep, K-E-E-P-S, keeps food, F-O-O-D, food, and drinks, D-R-I-N-K-S, drinks, cold, C-O-L-D, cold, and fresh, F-R-E-S-H, fresh, for a, F-O-R, for a long time, L-O-N-G, long, T-I-M-E, time. Okay, keeps food and drinks cold and fresh for a long time. കോൾഡ് ആൻഡ് ഫ്രഷ് ഫോർ എ ലോങ് ടൈം, കുറേ സമയത്തേക്ക് എന്താണ് തണുത്തിട്ടും ഫ്രഷ് ആയിട്ടും ഫുഡിനെ അതുപോലെ കുടിക്കുന്ന സാധനത്തിനൊക്കെ എന്താണ് സൂക്ഷിക്കാം. അതാണ് റെഫ്രിജറേറ്റർ അല്ലേ? പിന്നെ എയറോപ്ലെയിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കി കേട്ടോ. AEROPLANE എന്ന് ഇത് കേട്ടോ. ദെൻ
അടുത്തത് എന്താണ്? അപ്പം എന്താണ്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. എന്താണ് അതിൽ പറയുന്നത്? ബൈ ഡിസ്കസിങ് വിത്ത് എൽഡേഴ്സ് മേക്ക് എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഓവർ ദ ടൈം ടു സ്കൂൾസ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. എന്താണ്? നിങ്ങളുടെ നാട്ടിലെ വിദ്യാലയങ്ങൾക്കും റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് മുതിർന്നവരോട് ചോദിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? രണ്ടാമത്തത് വിസിറ്റ് ദ പഞ്ചായത്ത് ഓഫീസ് ഓർ മുനിസിപ്പൽ ഓഫീസ് നിയർ യുവർ സ്കൂൾ, ആസ്ക് ദ സ്റ്റാഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദാറ്റ് ഓഫീസ്. എന്താണ്? നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസോ നഗരസഭ വിദ്യാലയം സന്ദർശിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ എന്താണ്? വാട്ട് ക്യാൻ ബി ദ മോഡിഫിക്കേഷൻ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ടു ദ ഡിവൈസസ് യൂസ്ഡ് കറൻ്റ്ലി. എന്താണ്? ഇന്നത്തെ ഉപകരണങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടാവും? പല പരിഷ്കാരങ്ങളും ഉണ്ടാവും അല്ലേ? എന്തൊക്കെയൊക്കെ നിന്ന് ആലോചിച്ച് ചെയ്യുക. ദെൻ ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്, ബി, 3 ആണ്. ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് വാട്ട് ചേഞ്ചസ് മേ ടേക്ക് പ്ലേസ് ഇൻ ദ ഡിസൈൻ ഓഫ് സ്കൂൾ ബാഗ്സ്, പ്രിപ്പയർ എ ക്രിയേറ്റീവ് നോട്ട് ഓൺ ദിസ്. എന്താണ്? സ്കൂൾ ബാഗ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളോടെയാകും നിർമ്മിക്കുക, നിങ്ങളുടെ ഭാവന ഒന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ EVS 4ാം ക്ലാസ്സിലെ എന്താണ് EVS തീർന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നന്നായി പഠിക്കുക, നന്നായിട്ട് എന്താക്കുക, പരീക്ഷ എഴുതുക കേട്ടോ. നന്നായി പരീക്ഷ എഴുതുക, ഫുൾ മാർക്ക് തന്നെ എല്ലാവരും വാങ്ങുക. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ വായിച്ച് മനസ്സിലാക്കുക, ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാക്കി പോവുക. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് എന്താക്കാൻ പറ്റും? ശരിയായിട്ട് എഴുതാൻ കഴിയും അല്ലേ? അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.